HRPMൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ, വാർഡ് ലെവലിൽ നിന്നാണ് നമ്മുടെ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അതായത് അവിടെ ആണല്ലോ വെള്ളമില്ല, വൈദ്യുതി ഇല്ല, വിദ്യാഭ്യാസം ചെയ്തവർക്ക് ജോലിയില്ല, എത്ര APLകാരുണ്ട്, എത്ര BPLകാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമുക്ക് സർക്കാരിലേക്കത് നിർദ്ദേശം പോലെ വെക്കാനും അവിടെ നിന്ന് നമുക്ക് കമ്മിറ്റി രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ വർക്ക് നടത്താനും എളുപ്പം നടക്കുന്ന ആ ഒരു ലെവലിൽ താലൂക്ക്, പഞ്ചായത്ത്, ജില്ല, സംസ്ഥാനം, ദേശീയം, ഇത്രയാണ്. HRPMൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയെന്ന് പറയുമ്പോൾ നമ്മളുടെ എൻഡോസൾഫാൻ പ്രവർത്തനം, അതിനുശേഷം കുട്ടനാട് പാക്കേജിൻ്റെ വിജിലൻസ് അന്വേഷണം ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ബാംഗ്ലൂരിൽ സൗജന്യ മർഡർ കേസ്, DK രവി IASൻ്റെ മരണം, അതുപോലെ തന്നെ നമ്മൾ വെളുത്തങ്ങാടിയിലാണ് ഞാൻ ഈ സൗജന്യ എന്ന് പറഞ്ഞത്. വെളുത്തങ്ങാടിയിലാണ് ഒരു 50,000 പേരുടെ വേദിയിൽ ഒരു CBI അന്വേഷണത്തിന് ഇടയാക്കാൻ പറ്റി. പിന്നീടാണ് നമ്മൾ 2018-19 കാലയളവിലെ പ്രളയം വന്നത്. ആ പ്രളയത്തിൽ ഞങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിലും ഹെൽപ്പ് ഡെസ്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും കളക്ടർമാരുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചയിലും അവരുമായിട്ടൊക്കെ യോജിച്ച് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റി. 2018-19 പ്രളയത്തിലാണ് വയനാട് പുത്തുമല ദുരന്തമുണ്ടായത്. അപ്പോൾ അന്നത്തെ ആ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ഈ സംഘടനയ്ക്ക് സഹായം ചെയ്യാൻ പറ്റിയത് ആദ്യത്തെ വാക്ക് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന് പറയാൻ പറ്റുന്നത്, അവിടുത്തെ വീടും ഭൂമിയും ഇല്ലാതെ ഉറ്റവർ നഷ്ടപ്പെട്ടു പോയവർ തിരിച്ച് ക്യാമ്പിൽ നിന്ന് പോകുമ്പം അവർക്ക് ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കണമെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അന്നത്തെ അവിടുത്തെ ഉത്തരവാദിത്തമുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറായിരുന്നു ചാർജിലുണ്ടായിരുന്നത്. നമ്മളാണ് ഭൂമി ഗവൺമെൻറ് നൽകുകയാണെങ്കിൽ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞത്. അത് ഗവൺമെൻറ്റും ജനങ്ങളും കൈയോട് തോള് ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അവിടെ 5 വീട് വെച്ച് കൊടുക്കാൻ പറ്റി. വളരെ മനോഹരമായ വീടാണ്.